ടിപ്പേശി നമ്മള് കഴിഞ്ഞ തവണ ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 21-ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. 22-ാമത്തെ ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങയുടെ ആമുഖത്തോടു കൂടി തുടങ്ങാം. ഭഗവത്ഗീതയില് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു ശ്ലോകം എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം. കാരണം അർജുനനോട് കൃഷ്ണൻ പറയാണ്, ഇയാള് ഈ യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോയാൽ വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം എക്സാമ്പിളായി എടുത്ത് നാളെ പറയും, അർജുനൻ ഓടിപ്പോയതുപോലെ ഞാനും എന്റെ കർമ്മത്തിൽ നിന്ന് ഓടിപ്പോവാൻ സാധിക്കുമെന്ന്. യദ്യതാചരതി ശ്രേഷ്ഠ തത്വദൈവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തതേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ കർമ്മത്തിന്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും ഇടപെടാനുള്ള സംഭവങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ട് അത് ഭക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ അവനൊരു എക്സാമ്പിൾ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒളിച്ചോടിപ്പോകുന്ന ഒരാളുടെ ഒരു അവസ്ഥയായിരിക്കും എന്ന് ആണ് ഭഗവാൻ പറയുന്നത്. ഈ ഭാഗം ഇനി വരുന്ന കുറച്ച് ശ്ലോകങ്ങൾ കൂടി, ഏകദേശം ഒരു 2, 3, 4 ശ്ലോകങ്ങൾ കൂടി പറഞ്ഞു തീരുമ്പോഴത്തേക്കും ഈ ഭാഗം കൃത്യമായിട്ട് നമുക്ക് വിശകലനം ചെയ്തു തരും. എന്താണ് കർമ്മം ചെയ്യാതെ പോകുന്നവന് പറ്റുന്ന അബദ്ധം. അതാണ് യദ്യതാചരതി ശ്രേഷ്ഠ തത്വദൈവേതരോചന സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ എന്ന് പറയുമ്പോൾ, ആ കർമ്മങ്ങൾ ചെയ്യുന്നവനെ ആൾക്കാര് ആചാര്യനായിട്ട് കാണും, ചെയ്യാത്തവരെ വല്ലാതെ ചെറുതായി കാണും എന്നുള്ളൊരു അർത്ഥമാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പാർത്ഥ, കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേ പോകണം. അതല്ലാത്തതിന് കർമ്മം ചെയ്യാതെ പോകുന്നവന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ആവരുത് ജീവിതം എന്നൊക്കെ പറയുന്നതാണ് ഈ ഭാഗത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തമാണ്. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 22-ാമത്തെ ശ്ലോകമാണ്. ചൊല്ലാം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഈ ശ്ലോകം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഡ്യൂട്ടി കൃത്യമായ ഓരോ വാക്കിലും എങ്ങനെയാണ് ഓരോ 3 ലോകത്ത്, ഈ നമ്മുടെ ലോകത്ത് എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങൾ, അത് ഇന്ന്, ഇന്നലെ, നാളെ, അങ്ങനെ വേണമെങ്കിൽ കാണാം. 3 ലോകം എന്ന് പറയുമ്പോൾ അതിന്റെ വ്യത്യസ്തമായ ഭാവമാണ് നമ്മളുള്ള ഈ ഒരു ഭൂമിയും പാതാളവും ആകാശവും എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെ ഏത് ലോകമായാലും അതില് കർത്തവ്യമായിട്ട് എനിക്ക് ചെയ്യാനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും എനിക്ക് കർത്തവ്യമായിട്ട് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ കൃഷ്ണനോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ പറയാത്ത അവസ്ഥയിൽ പോലും ഞാൻ എല്ലാ സമയവും എൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്യുന്നത്, സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ് എന്ന ബോധത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഒരു പണി തന്നിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ആ ഒരു എക്സാമ്പിൾ പറയുന്നത് കൊണ്ട് ഭഗവാൻ പറയുന്നത്, അർജുന, നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, സ്വന്തം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യേണ്ടത്. കാരണം ആചാര്യന്മാര് ബാക്കിയുള്ളവരുടെ ഇൻസ്ട്രക്ഷൻസ് കേട്ടിട്ടല്ലല്ലോ ചെയ്യുക. അതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് ആചാര്യന്മാര് എന്തു ചെയ്യുന്നു അത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവർ പറയാന്ന്. അപ്പൊ അടുത്ത ചോദ്യം വരിക, ഈ അർജുനോട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പറഞ്ഞിട്ടൊക്കെ അല്ലേ പണി ചെയ്യിപ്പിച്ചത് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാല് അതിനൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തില് ആചാര്യന്മാരോട് ആരും പറയണമെന്നില്ല, സ്വന്തം അറിഞ്ഞു ചെയ്യേണ്ടതാണ് എന്ന്. അതുകൊണ്ട് കൃഷ്ണൻ ഭഗവത്ഗീതയിലും ലാസ്റ്റ് ശ്ലോകത്തില് യഥേച്ഛതി തഥാ ഗുരു എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുമ്പോ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടല്ല അർജുനൻ ചെയ്യുന്നത്, അങ്ങനെയല്ല മഹാന്മാര് ചെയ്യേണ്ടത്, ഞാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ല എന്റെ പണി ചെയ്യുന്നത്. അതുകൊണ്ട് അവസാനം ഭഗവാൻ അർജുനോട് പറഞ്ഞതും അത് തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട, സ്വന്തം തോന്നിയിട്ട് ചെയ്താൽ മതി എന്നർത്ഥം. അങ്ങനെയാണ് മഹാനാവേണ്ടത്. അതാണ് ലീഡർഷിപ്പ്. ആരെങ്കിലും കൊടുത്ത പണി ചെയ്യുന്ന ആളല്ലല്ലോ ലീഡർ,
സ്വന്തം അറിഞ്ഞ് പണി മനസ്സിലാക്കി കണ്ടുപിടിച്ചൊക്കെ ചെയ്യുന്ന ആളാണല്ലോ ലീഡർ. അപ്പൊ എങ്ങനെയാണ് ലീഡർഷിപ്പ് വേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലൂ ആണ് ഇവിടെ ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ തന്നിരിക്കുന്നത്. നല്ല ശ്ലോകമാണ്. അതായത് കർമ്മത്തിന്റെ പ്രാധാന്യമാണ് അല്ലെ TPC. അതെ. എല്ലാം അറിഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു തത്വമാണ് മനസ്സിലാകുന്നത്. അത് കർമ്മത്തിന്റെ അടുത്തത് പ്രാധാന്യത്തെക്കാളും കൂടുതൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അതെ, എന്നെ നമ്മുടെ ആരും ഡ്യൂട്ടി പറഞ്ഞ് ഞാൻ അല്ലെ? ചെയ്യുന്നതല്ല. അതെ, അതെ, നമ്മുടെ ഡ്യൂട്ടി വളണ്ടിയർലി ആയിട്ട് തിരിച്ചറിയുക വരുന്നതാണ്. എന്നുള്ളതാണ്. അതെ, തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുക. ആരും പറഞ്ഞു തരാതെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ വ്യക്തിധർമ്മമാണെങ്കിലും സമൂഹധർമ്മമാണെങ്കിലും സ്വയം തിരിച്ചറിഞ്ഞ് എന്റെ കടമയാണ് എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് അതെ, വിവരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 23-ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണ. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യദിന്ദ്രിതഃ മമ വർത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. അനുവർത്തന്തേ, അനുവർത്തിക്കപ്പെടും, ഫോളോ ചെയ്യും. നേരത്തെ പറഞ്ഞ വാക്ക് തന്നെയാണ്. ആരെയാണോ ഫോളോ ചെയ്യുന്നത് അനുവർത്തിക്കപ്പെടും. മനുഷ്യാഹ, ഓരോ ആൾക്കാരും, എല്ലാ ജനങ്ങളും, പാർത്ഥ സർവശഃ, എല്ലാ തരത്തിലും അനുവർത്തിക്കപ്പെടും. എന്താ അനുവർത്തിക്കപ്പെടുക? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ പാത്ത്, നമ്മുടെ മമ വർ ആത്മാ, ഞാൻ പോകുന്ന വർത്മാ, ആ വഴി എല്ലാവരും അനുവർത്തിക്കപ്പെടും. അതന്ത്രിത, എങ്ങനെ? വളരെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട്, ഇന്ദ്രിയങ്ങൾക്കും കൂടി മുകളിലായിട്ടുള്ള, അതുക്കും മേലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ആൾക്കാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജാതു കർമ്മണി, ഏത് കാലത്ത്, എവിടെ, എവർ കോൺസ്റ്റന്റ് ആയിട്ട് ഏത് കാലത്തും എങ്ങനെയൊക്കെയാണോ കർമ്മണി, ഏത് തരത്തിലാണോ നമുക്ക് തന്നിട്ടുള്ള ഓരോ കർമ്മങ്ങളും, നമ്മൾ വ്യാപൃതമാകുന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് നിഷ്കർഷിച്ച് തന്നിട്ടുള്ളത്, അതുപോലെ യതി ഹൃദ്യം ന വർത്തേയം, അത് വളരെ ഉറപ്പായിട്ടും കൃത്യമായിട്ടും നമ്മൾ അതിൽ വർത്തേയം, കൃത്യമായിട്ട് എൻഗേജ്ഡ് ആവണം. അങ്ങനെ കൃത്യമായിട്ട് എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ആ വ്യാപൃതനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അത് കാണുമ്പോൾ മനുഷ്യാഹ പാർത്ഥ സർവശഃ, നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതേ വാക്ക് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 ശ്ലോകങ്ങളും കൂടി ഇത് തന്നെയാ പറയാം. യദ്യഥാചരതി ശ്രേഷ്ഠ തത്തദൈവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തതേ മമ അനുവർത്ത ദേ, എല്ലാ ജനങ്ങളും, എല്ലാ തരത്തിലും എന്നെ ജനങ്ങൾ അനുവർത്തിക്കും. മനുഷ്യാഹ പാർത്ഥ സർവശഃ, അതുകൊണ്ട് അവിടെ ജനറിക്കാണ് പറഞ്ഞത്, ഇവിടെ കൃത്യമായിട്ട് അർജുന നിന്നെ ബാക്കിയുള്ളവർ ഫോളോ ചെയ്തോളും എന്ന് പറയാം. വളരെ വ്യക്തമാണ്. അർജുനനോടും അതുപോലെ തന്നെ മാതൃകയായിട്ട് മാറണം, കർമ്മം കൊണ്ട് മാതൃകയായിട്ട് മാറണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 24-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ചൊല്ലാം. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യ മുപഹന്യാമി മാ പ്രജാ. ഇവിടെ ഓരോരാൾക്കും ഓരോ കർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ, അത് ഒരു മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ എനിക്കെന്താണ് കർമ്മം എന്ന് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ആ ഗ്രൂപ്പിൽ ചേരുകയാണ്. അങ്ങനെ ആ കർമ്മങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്. ബാക്കിയുള്ളവരുടെ കർമ്മങ്ങളുടെ ഇടയിൽ ഇപ്പൊ കേട്ടിട്ട് ആവശ്യമില്ലാത്തടത്ത് ഇടപെടരുതെന്ന് പറയാറില്ലേ? അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ കൾച്ചർ അയാളുടെ കൾച്ചറും രണ്ടും കൂടി മിക്സായി കൾച്ചർലെസ് ആയിട്ട് മാറും. അതുകൊണ്ട് അതാണ് ഇവിടെ സങ്കരം എന്ന് പറഞ്ഞിട്ടുള്ളത്. സങ്കരസ്യ ച കർത്താസ്യ, ബാക്കി ഞാൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി വിട്ടിട്ട് വേറെ ആളുടെ പണിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ പണിയും നടക്കില്ല, ആ പണിയും നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? മുപഹന്യ, അത് എല്ലാത്തിനെയും ഹന്യ ചെയ്യപ്പെടും എന്ന് വെച്ചാൽ ഡിസ്ട്രോയ് ചെയ്യും, ഇല്ലാണ്ടാക്കും. അത് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് മിമാ പ്രജാഹ, എല്ലാ ജനങ്ങൾക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്?
അവനവന്റെ പണി അവനവൻ നന്നായിട്ട് ചെയ്യും. അങ്ങനെയായാൽ ഉത്സിതേ യുരിമേ ലോകാഹ, ഈ ലോകം വളരെ ഉത്സാഹത്തോടു കൂടി മേന്മയിൽ പോയിട്ട് ലോകാഹ, വേൾഡിലെ എല്ലാ സംഭവങ്ങളും അറ്റ് ദ ഹയസ്റ്റ് ആയിട്ട് മാറും. ന കുരിയാം കർമ്മ ചേതഹം, ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞാൻ ചെയ്യേണ്ട പണി ഞാനേ ചെയ്യാവൂ, അത് എൻ്റെ ഡ്യൂട്ടി ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഉചിതമായ തരത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ തയ്യാറാവണം. ഞാൻ എൻ്റെ കർമ്മം ചെയ്തില്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ബാക്കിയുള്ളവരായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ പലരും കാണാം, നമ്മൾ പലരെയും കുറ്റം പറയും, പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ തന്നെ അറിയുന്നില്ല. ചെയ്യേണ്ട കർമ്മങ്ങൾ നമുക്കറിയില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. എൻ്റെ പണി നന്നായിട്ട് ചെയ്താൽ, അങ്ങനെ ഓരോരോ വ്യക്തിയും വിചാരിച്ചാൽ ഈ ലോകം നന്നായി എന്നാണ് അർത്ഥം. അത് ഏത് കാലത്തും എപ്പോഴും എല്ലാവർക്കും ബാധകമാകുന്ന ഒരു ജനറിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് മുമ്പ് പറഞ്ഞത് അർജുനോട് കൃത്യമായിട്ടാണ്. അത് മനസ്സിലാക്കേണ്ടത്, അർജുന എല്ലാവരും ചെയ്യേണ്ടത് മാത്രമേ തന്നോടും പറയുന്നുള്ളൂ. സ്പെഷ്യലായിട്ട് അർജുനൊരു മാത്രം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പണി തരികയല്ല. അതുകൊണ്ട് വേറെ ആർക്കും ഇല്ലാത്തൊരു പണിയല്ല ഞാൻ തരുന്നത്. എല്ലാവരും ചെയ്യേണ്ട കർമ്മം അവർ ചെയ്യുന്നു, ഞാനും എൻ്റെ കർമ്മം ചെയ്യുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണന് കണ്ടിട്ട് അർജുനന് അതുപോലെ സ്വയം കർമ്മം ഇതാണെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞുകൂടാ, ചെയ്തുകൂടാ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്. ഇതില് നമ്മുടെ കർമ്മം എന്താണെന്ന് തിരിച്ചറിയുക മാത്രമല്ല, അത് എത്രയും കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഈശ്വരത്വത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് ഉയർന്ന മനസ്ഥിതിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും എല്ലാം കിട്ടാനുള്ള ഒരു മാർഗം എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നതായിട്ട് അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലാകുന്നത് വളരെ വ്യക്തമാണ്. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 25-ാമത്തെ ശ്ലോകമാണ്. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ് തഥാ സക്ത ചികീർഷുർലോക സംഗ്രഹം. എങ്ങനെയാണോ ഒരു വ്യക്തി ഏത് തരത്തിലൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ട് നടന്ന് കാക്ഷിച്ച് നടന്ന് എങ്ങനെയാണ് എനിക്ക് എന്തൊക്കെ കിട്ടുക അതേ വിധത്തില് മുന്നോട്ട് പോകുന്നതിനേക്കാളും ഭേദം നിസ്സംഗനായിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുക. കാക്ഷിച്ചു പോകുന്നതിനേക്കാളും നല്ലത്. ഏതാളാണ് അങ്ങനെ ചെയ്യുക? പണ്ഡിതന്മാര് ലോകത്തിന്റെ നിലനിൽപ്പിന് എന്താണ് വേണ്ടതെന്ന് കാക്ഷിച്ചിട്ടാണ് ചെയ്യുക, സ്വന്തം ആവശ്യങ്ങൾക്കല്ല. പണ്ഡിതന്മാരല്ലാത്തവരെന്ത് ചെയ്യും? അവര് ആ ലോക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ലോക നന്മയ്ക്കായിട്ട് ചെയ്യുന്നതിനെ ഭഗവാന്റെ കർമ്മങ്ങളില് പണ്ഡിതന്മാരുടെ കർമ്മങ്ങളായിട്ട് പറയാറുള്ളൂ. ബാക്കിയുള്ളതും കർമ്മങ്ങളാണ്. അപ്പൊ ലോകാനാം ഉപകാരായ, എന്താണോ ലോകത്തിന് ഉപകാരമായിട്ടുള്ളത്. സക്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആസക്തരായിട്ടുള്ളവര്, അത് അപണ്ഡിതന്മാരാണ്. അവരാരാണ്? വിദ്വാംസോ യഥാ കുർവന്തി ഭാരത എന്നുള്ള അർത്ഥത്തില് കൃത്യമായിട്ട് ഏതൊക്കെ ആൾക്കാരാണോ അത്തരം സംഭവങ്ങൾ ചെയ്യുന്നവര്, അതും തിരിച്ചുള്ളവരും തമ്മിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ. പണ്ഡിതന്മാര് പാമരന്മാരും ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും, ലോകനന്മയ്ക്കും ലോകനന്മയ്ക്കല്ലാത്തയൊക്കെ കർമ്മങ്ങളുണ്ട്. അതിൽ ആരാണോ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നത് അവരാണ് ലോകസംഗ്രഹം എന്നാണ്. ആ ലോകസംഗ്രഹമാണ് നമ്മുടെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കർമ്മം. അതാണ് ചെയ്യേണ്ടത് എന്ന് നിഷ്കർഷിക്കുകയാണ് ഭഗവാൻ ഇവിടെ. അപ്പൊ ഇത് പറയുമ്പോഴൊക്കെ നമ്മൾ അറിയേണ്ടത്, ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അർജുനനെ ടൈലർ മെയ്ഡ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ സ്ക്രൂ കയറ്റിയിട്ട് പാട്ട് പാടിക്കുന്ന ബൊമ്മ പോലെ ആക്കാനല്ല ഭഗവാൻ ചെയ്യുന്നത്. ഈ പറയുന്ന പാഠങ്ങളും ഭാഗങ്ങളും ഒക്കെ നമ്മുടെ ഓരോ ജന്മത്തിലും നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കും. ഞാൻ പണ്ടേ പറഞ്ഞല്ലോ, ഭഗവാൻ അർജുനനെ യുദ്ധം ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു വാക്കിൽ അങ്ങോട്ട് തീർക്കാം. പക്ഷെ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നതും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളും നമ്മുടെ വേദങ്ങളും നമ്മുടെ ഉപനിഷത്തുകളും വിശിഷ്യ ഗീത, അത് കൃത്യമായിട്ട് ഒരാളെ ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അത് ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ, ഇന്നലെ ഞാൻ സംസ്കൃതം യൂണിവേഴ്സിറ്റി, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിലാണ്. ഭാരതത്തിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റിയാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. അവിടുത്തെ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിലാണ് ആ കുട്ടികൾക്കുമായിട്ട് ക്ലാസ് എടുത്തത്.
അവർ തന്ന ടോപ്പിക് തന്നെ സയൻസ്, സംസ്കൃതം, മാനേജ്മെന്റ്, ലെസൺസ് ഫ്രം ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സയൻസിനെയും മാനേജ്മെന്റിനെയും, അപ്പൊ ഞാൻ ആ സമയത്ത് പറഞ്ഞ വാക്കും അതാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലോകത്തെ സമൃദ്ധമാക്കാനുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബിസിനസ് മാനേജ്മെന്റ്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ നിസ്സംഗമായിരുന്നാൽ, പണി ചെയ്യാതിരുന്നാൽ ലോകത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ എന്തിനാണ് ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ നമുക്ക് മെറ്റീരിയലിസ്റ്റിക്കും വേണം, അതുപോലെ തന്നെ സ്പിരിച്വലിസ്റ്റിക്കും വേണം. ഇത് രണ്ടും കൂടെ ഉണ്ടായാലേ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് സുഖം കിട്ടും, പക്ഷെ പെർമനന്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും കിട്ടാനുള്ളതാണ് നമ്മുടെ ജന്മം. അതിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ കർമ്മം എന്ന് പറയുന്ന സമയത്ത് എന്റെ കുടുംബത്തിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പലരും ഉണ്ടാക്കിയിട്ടാണ് എന്റെ വീട്ടിലെത്തുന്നത്. അതുകൊണ്ട് ഞാൻ എത്രയോ ആൾക്കാരിൽ ഡിപ്പെൻഡന്റ് ആണ്. ആ ഡിപ്പെൻഡൻസി മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. ആ ബുദ്ധി ഉപയോഗിക്കുന്നവരാണ് പണ്ഡിതന്മാർ. അതാണ് പാണ്ഡിത്യം. ഞാൻ ഈ ലോകത്തിന്റെ ഭാഗമാണ്, ഞാൻ പലരിലും ഡിപ്പെൻഡന്റ് ആണ് എന്നറിയുന്നതാണ് പാണ്ഡിത്യം. ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് ഒറ്റയ്ക്ക് മതി എന്ന് തോന്നുമ്പോഴാണ് സ്വാർത്ഥനാവുന്നത്. അത് അപണ്ഡിതന്മാരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അതായത് നമ്മളെല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ള ബോധമാണ് നമുക്ക് അറിവ് കൂടുന്തോറും ഉണ്ടാകുന്നത്, അല്ലെ? നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സാധ്യമല്ല. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവുമായിട്ട് നമ്മളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു വിവരണമാണ്. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 26-ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണ ന ബുദ്ധിഭേദം ജനയോ ദജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാനുക്ത സമാചരൻ. ഇതില് ഈ കർമ്മം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞാണ്, സകാമകർമ്മവും അതിൽ ആസക്തരായിട്ടുള്ള ചില ജനങ്ങളുണ്ട്. അതിൽ മൂഢജനങ്ങളും ഉണ്ടാവും, ബുദ്ധിയുള്ളവരുണ്ടാവും, വിദ്വാനുണ്ടാവും. ഇവരിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ എങ്ങനെയൊക്കെയാണ് അവരുടെയൊക്കെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഉണ്ടാവുക. അപ്പൊ കർമ്മങ്ങൾ എന്തായിട്ട് കാണണം? യോഗയുക്തമായിട്ട് കാണാൻ സാധിക്കുമ്പോഴാണ് ആ വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയാ, ഏറ്റവും ഹയറായിട്ട് സമാചരൻ, മറ്റുള്ളവരെ കൊണ്ട് ആചരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ആചാര്യനായിട്ട് കാണാൻ സാധിക്കുക. അത് കാണുമ്പോഴാണ് ബാക്കിയുള്ളവരും ആചരിക്കുക. അങ്ങനെ കർമ്മസംഖ്യനാം കൂടിച്ചേർന്നിട്ട് കർമ്മത്തിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ തരത്തിലാണോ ജനങ്ങളുടെ യോഗം മനസ്സിലാക്കി, അവരുടെ ഉദ്യമങ്ങൾ മനസ്സിലാക്കി, അവരുടെ അഭീഷ്ടങ്ങൾ മനസ്സിലാക്കി, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്ന ജ്ഞാനാം, ആ ബുദ്ധിഭേദം ഉണ്ടാവണം. ഏത് ബുദ്ധിഭേദം? ഇത് മനുഷ്യനാണോ, അവനവന് വേണ്ടിയിട്ടാണോ, സകർമ്മമാണോ, ആസക്തമായിട്ടുള്ളതാണോ, മൂഢമാണോ, ബുദ്ധിയുള്ളവർക്കാണോ, ബുദ്ധിയില്ലാത്തവർക്കാണോ, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് ചെയ്യുന്നത്? കാരണം ഇനി വരുന്ന ഓരോ ചാപ്റ്ററുകളും മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു യോഗി ആവുക എന്ന് പറയാം. ആ യോഗി ആവുക എന്ന് പറയുമ്പോൾ സാധാരണ കണ്ണടച്ചിരിക്കുക എന്നുള്ള ധാരണയാണ് പലർക്കും. അപ്പൊ ഇതിലൊക്കെ ബേസ് ഉണ്ടാക്കുന്നത് ജ്ഞാനം പറഞ്ഞു 2-ാമത്തെ അധ്യായത്തില്. അതാണ് കഴിഞ്ഞ അടുത്ത പ്രാവശ്യം ജ്ഞാനത്തോടു കൂടി അടുത്ത് വേണ്ടത് കർമ്മമാണ് എന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ യോഗവും ധ്യാനവും ഒക്കെ വരുന്നത്. കർമ്മം ചെയ്യാത്തവനും ബോധമില്ലാത്തവനും ഇതൊന്നും ഭാഗമല്ല. അതുകൊണ്ട് കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെ വേണം? ആസക്തനായിട്ട് മൂഢമായിട്ട് അല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ മൂഢജനങ്ങളാണ്. അത് അറിവില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ, ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതല്ല വേണ്ടത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഏതിന്റെ ഭാഗമാണ് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് യോഗയുക്തനായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ വഴിയിലൂടെ നമ്മൾ ആചരിച്ചു പോകുമ്പോഴാണ് പറയുന്നത് യോഗേശ്വരനാണെന്ന് ആലോചിച്ച് നോക്കണം. ആ യോഗേശ്വരൻ തന്നെ പറഞ്ഞത് ഞാൻ എല്ലാ നിമിഷവും കർമ്മം ചെയ്യുന്നവനാണ് എന്നാണ്. യോഗേശ്വരനാണ് ഞാനതുകൊണ്ട് കണ്ണടച്ചിരിക്കാന്നല്ലോ പറഞ്ഞത് ഭഗവാൻ. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് യോഗേശ്വരൻ കണ്ണടച്ചിരിക്കുന്ന ആളല്ല, കർമ്മം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് കർമ്മമാണ് അത്യാവശ്യമായിട്ടുള്ളത് എന്നാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ മിക്കവാറും ഇപ്പൊ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ കണ്ണടച്ചിരിക്കാനാണ് പറയുക. കണ്ണടച്ച് സമയം കളയരുതെന്നാണ് ഭഗവാൻ ഓരോ ശ്ലോകത്തിലും പറഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ട് കൃത്യമായിട്ട് അറിയണം. യോഗ എന്ന് പറയുന്നത് കണ്ണടയ്ക്കുന്നതല്ല, കണ്ണ് തുറക്കുമ്പോഴും കാണാതിരിക്കുന്ന അവസ്ഥയാണ്. കാണേണ്ടത് മാത്രം കാണുക എന്നുള്ളതാണ് അറിവ്. കണ്ണ് തുറന്നിട്ടും കാണേണ്ടത് മാത്രം കാണുക, കാണാതിരിക്കേണ്ടത് കാണാതിരിക്കുക. അല്ലാതെ ഞാൻ കണ്ണടച്ചിട്ടല്ല കാണാതിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതൊരു പുതിയ ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ, എഴുതി വെക്കേണ്ട ഒരു ഡെഫിനിഷൻ ലക്ഷ്മി, തന്നെയാണ്. പലപ്പോഴും നമ്മൾ പലതും ഈ ഓൺലൈനിലും WWW വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതില് WWW വാട്ട് വുമൺ വാണ്ട്സ് എന്ന് മാത്രം കാണുന്ന WW ആണ്. അപ്പൊ നമ്മൾ ആ W അല്ലാതെ കാണുമ്പോ നമ്മളത് കാണില്ല, അത്ര തന്നെ. കാണില്ല എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട്, ശ്രദ്ധിക്കണില്ല എന്നാണ് അർത്ഥം. നമ്മുടെ ശ്രദ്ധ എന്തിലേക്ക് പോകണം എന്നുള്ളതാണ്. കണ്ണിനല്ല കാഴ്ച, കണ്ണിന്റെ അകത്തിരിക്കുന്ന ഉൾക്കണ്ണിനാണ് കാഴ്ച വേണ്ടത്. അതുണ്ടാവുമ്പോഴാണ് നമ്മൾ ആസക്തരല്ലാതിരിക്കുക. അല്ലെങ്കിൽ കാണുന്നതിൽ ആസക്തി ഉണ്ടാവും. കണ്ണടച്ചാലും ആസക്തിയുള്ള സംഭവം മനസ്സിൽ അങ്ങോട്ട് കാണും. യതിയുടെയൊക്കെ പ്രാക്ടിക്കൽ ചിന്തകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എത്രയോ രസകരമായിട്ടുള്ള കഥകളുണ്ട്. യതിയുടെ യാത്ര എന്ന് പറയുന്ന പുസ്തകം കണ്ടു കഴിഞ്ഞാൽ ഈ സകാമ കർമ്മങ്ങളിൽ ആസക്തമായിട്ടുള്ള മൂഢജനങ്ങളുടെ ബുദ്ധിയെ എങ്ങനെയൊക്കെയാണ് വിദ്വാൻ തിരിച്ചറിയുക എന്നൊക്കെ രസകരമായിട്ട് കാണും. അപ്പൊ അദ്ദേഹം അമേരിക്കയിലൊക്കെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, എന്താ അവിടുത്തെ ലേഡീസിനെയും ഗേൾസിനെയും ഒക്കെ കാണാൻ ഭംഗി എന്നൊക്കെ പറയാം. സ്വാമിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കല്ലേ പ്രയാസമുള്ളൂ, എനിക്കത് ഉണ്ടായിട്ടില്ല. കാണുമ്പോഴും പ്രയാസം ഉണ്ടായിട്ടില്ല, കേൾക്കുമ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെയൊക്കെ ധാരണ ഈ കാണുന്നതിന് കണ്ണടയ്ക്കല്ല വേണ്ടത്, കണ്ടിട്ടും ആസക്തരല്ലാതിരിക്കുക. ഭക്ഷണം മുമ്പിലിരിക്കുമ്പോ അത് കഴിക്കണമെന്നുള്ള തോന്നലുള്ളപ്പോഴേ നമ്മള് ഭക്ഷണം ഇല്ലാത്തവൻ പട്ടിണി കിടക്കുന്നവൻ നമ്മൾ ഉപവസിക്കാതെ പറയാറില്ലല്ലോ. ഒരിക്കൽ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ മുമ്പിൽ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടായിട്ടും എനിക്ക് അതിനെ കുറിച്ച് തോന്നലില്ലാതെ എന്ന് വെച്ചാൽ 10 പേരോട് ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് ആസക്തി ഇല്ലാണ്ടാണോ? ആസക്തി ഉള്ളതുകൊണ്ടാണ് അത് പറയണത്. അപ്പൊ അത് പോപ്പുലറൈസ് ചെയ്യാനുള്ള കാര്യമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. വേറെ പല കാര്യങ്ങളും നമുക്കുണ്ട്, അതിന്റെ ഇടയിൽ ഇതും ഉണ്ടാവും. പണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുറേ സ്റ്റാച്യൂസ് കാണും. അത് കാണുന്നത് എന്തുകൊണ്ടാ? നമ്മളൊന്നും ഇത് കാണുന്നേ ഇല്ല. പലപ്പോഴും പോയാൽ നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഭഗവാനെ കണ്ടിട്ട് വന്നാൽ പോരെ. അപ്പൊ ഓരോരാളുടെയും കണ്ണു പോകുന്നത് എവിടെയാണോ പോകേണ്ടത് അവിടത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളും കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും നമ്മളത് പ്രോസസ് ചെയ്യുന്നില്ല. കാണുന്നതെല്ലാം പ്രോസസ് ചെയ്യണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ളതേ പ്രോസസ് ചെയ്യുള്ളൂ. ആ ഫിൽട്ടറിംഗ് ആണ് കണ്ണിലല്ല വേണ്ടത്, കണ്ണിന്റെ അകത്തിരിക്കുന്ന അകക്കണ്ണിന്, മനസ്സിന് വേണം. അതുകൊണ്ട് ശുദ്ധമായ മനസ്സാണ് വേണ്ടത്. അതുണ്ടാവുമ്പോ ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുംഷി പശ്യതിഹി, എന്റെ കണ്ണിന്റെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ് ആണ് കാണുന്നത്, കണ്ണല്ല എന്ന് മനസ്സിലാക്കുക. ആ കോൺഷ്യസ്നെസ്സിനെ ക്ലീൻ ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുണ്ടാവണം എന്നാണ് ഭഗവാന്റെ ഇവിടുത്തെ ഒരു ആശ്രയം. TPC അങ്ങനെ ആദ്യമായിട്ട് ഒരു പുതിയൊരു ഡെഫിനിഷൻ കേൾക്കുകയാണ്. കണ്ണ് തുറന്നിരിക്കുമ്പോഴും കാണേണ്ടത് മാത്രം കാണുകയും കാണേണ്ടാത്തത് കണ്ടാലും അത് ഉള്ളിലേക്ക് എടുക്കാതെയും ചെയ്യുക. അപ്പൊ അതിൽ ഓരോ സബ്ജക്റ്റുകളും അതിൽ ഉൾപ്പെടുന്നു എന്ന് തോന്നുന്നു അല്ലെ? നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെ പോലും നമ്മൾ അങ്ങനെ തന്നെ കാണണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെ? ആവശ്യമുള്ളത് കണ്ണ് എന്ന് പറഞ്ഞാലും കണ്ണെന്നുള്ള അർത്ഥമില്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് പറയുന്നത്. സെൻസസ്, 5 സെൻസസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. അതൊരു നല്ലൊരു പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാത്തതൊക്കെ കാണുകയും ഉൾക്കൊള്ളുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇനി ഒരു ഫിൽട്ടറിംഗ് സിസ്റ്റം വേണം എന്നാണ് എനിക്ക് അങ്ങയുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ മനോഹരമായിട്ടാണ് വിവരിച്ചത്. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 27-ാമത്തെ ശ്ലോകമാണ്. പ്രകൃതി ക്രിയമാണാനി ഗുണേ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഇത് എത്രാമത്തെ ശ്ലോകം? അത് 27. ഓക്കെ, എന്താ അതിനകത്ത് പറയുന്നത്? ഒന്നുകൂടി ചൊല്ലാമോ? പ്രകൃതിജന്യമായ ഗുണങ്ങളാൽ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യപ്പെടും? ശ്ലോകം ഒന്ന് ചൊല്ലിയാ, ഞാൻ വിട്ടുപോയതാ. പ്രകൃതി ക്രിയമാണാനി ഗുണേ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. സെയിം, അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരം കൊണ്ട്
മൂഢനായിട്ട് മാറിയിട്ടുള്ള ആള്. ഏത് തരത്തിലാണോ നമ്മുടെ കണ്ണുകള്, നമ്മൾ പറയില്ലേ മഞ്ഞടിച്ചു പോവാന്നൊക്കെ പറയാറില്ലേ, ഒരു മനുഷ്യന് ഏത് ജീവിക്കും ലോകത്തില് നമ്മുടെ സ്വഭാവം, ആ സ്വഭാവമാണ് പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഗുണം. പ്രകൃതിയെ ക്രിയ ഏതു തരത്തിലാണോ മാണാനി, ഏതു തരത്തിലുള്ള ക്രിയ ചെയ്യുവാനാണോ നമ്മുടെ നമ്മുടെ ഗുണം, സ്വഗുണം, ആ രൂപത്തില് എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. അഹങ്കാര വിമൂഢാത്മാ, അതിനെ കവർ ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? അഹങ്കാരമുള്ളപ്പോഴാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യണമെങ്കിൽ കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് ഇല്ലാതിരിക്കേണ്ടത് എന്താണ്? അഹങ്കാരമാണ്. ആ അഹങ്കാരം എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, നമ്മുടെ മലയാളത്തിലെ അഹങ്കാരം ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അഹങ്കാരമല്ല, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതാണ് അഹങ്കാരം. സംസ്കൃതത്തിൽ അഹങ്കാരം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത്. മലയാളത്തിൽ നമ്മൾ പറയണമെങ്കിൽ അഹന്ത എന്ന് പറയണം. എനിക്ക് ചെയ്യാൻ പറ്റാത്തതും, അത് മൂഢമായിട്ടുള്ള ചിന്തകള് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഇതാണ് എൻ്റെ കർമ്മം, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്നൊക്കെ തിരിച്ചറിയുന്ന അറിവില്ലായ്മ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കർമ്മം കൃത്യമായിട്ടും മനസ്സിലാക്കി ഏതാണോ ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാതിരിക്കേണ്ടത് എന്ന് പ്രകൃതി എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ആ സ്വഭാവത്തിൽ ചെയ്യുകയാണ് വേണ്ടത്. അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരമായിട്ടുള്ള വിമൂഢമായിട്ടുള്ള ചിന്തകൾ പാടില്ല. കർമ്മം ചെയ്യുന്നവൻ കൃത്യമായിട്ടും ഏതാണോ തന്നിട്ടുള്ള പണി, എനിക്ക് എന്ന് വെച്ചാൽ ആരെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ പ്രകൃതി, എൻ്റെ ഭാവം, എൻ്റെ സ്വഭാവം, എനിക്ക് എന്താണോ തന്നിട്ടുള്ളത് ആ സ്വഭാവത്തിൽ വേണം ഞാൻ എൻ്റെ കർമ്മങ്ങളെ നോക്കിക്കാണാൻ. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണെന്ന് പറയാറില്ല നമ്മൾ. അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ നിന്ന് വരുന്നതാവണം ഞാൻ ചെയ്യുന്ന പണി. അതാണ് എൻ്റെ പ്രകൃതി എനിക്ക് തന്നിട്ടുള്ള പണി എന്ന് പറഞ്ഞ അർത്ഥം. അതാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രൂ കോളിംഗ് എന്നൊക്കെ പറയുന്നത് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ട് നീങ്ങണം, അല്ലെ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഗുണം. അതെ, അതായത് നമുക്കൊരു യഥാർത്ഥത്തിൽ നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് പ്രകൃതി എന്ന് മനസ്സിലാക്കണം, അല്ലെ? അത് നമ്മുടെ പ്രകൃതമായിട്ട് മാറി അതിലേക്ക് തന്നെ നീങ്ങിയില്ലെങ്കിൽ നമ്മൾ അവിടെ കൺഫ്യൂഷനിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്നൊരു കുട്ടി വന്നിരുന്നു, ഇന്നൊരു കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് വന്നു. മകൾക്ക് എന്താണ് താല്പര്യം എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു ബഫേ ഡിന്നർ പോലെ നമ്മൾ ഓരോ പണിയും നോക്കിയാലാണ് നമുക്ക് ഏതാ ഇഷ്ടം എന്നറിയാം. വളരെ എളുപ്പമായി. 2 or 3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ആ കുട്ടിയിൽ വായനാശീലമുണ്ട്, വരക്കാനുള്ള ശീലമുണ്ട്, നല്ല പോലെ ആസ്വദിക്കാനുള്ള ശീലമുണ്ട്. എല്ലാ സംഭവങ്ങളും അതിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പൊ മുഖത്തൊരു പ്രസന്നതയില്ല, സന്തോഷമില്ല. ഞാൻ മുഖത്ത് പ്രസന്നതയുള്ളത് കാണിക്കലാണ്. ഷോയിങ് എന്ന് പറയുന്നത് അല്ല നമുക്ക് വേണ്ടത്, ബീയിങ് ആണ്. ഉള്ളില് സന്തോഷമുണ്ട് ആ കുട്ടിക്ക്, ഉറപ്പാന്ന് പറഞ്ഞു. അത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി ചിരിച്ച് കാണിക്കുന്നില്ല എന്ന് മാത്രം. ആ ചിരിച്ച് കാണിക്കാണ്ടിരിക്കാൻ പല്ല് കെട്ടിയിട്ടുണ്ട്, ഒന്ന്. മുഖം കുറച്ച് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ട് എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ കുറെ കുരുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അത് എക്സ്പ്രസീവ് അല്ല, ഉള്ളിലുണ്ട്. അപ്പൊ ഇന്ന് വന്നപ്പോ കുട്ടികളുടെ വേറെ ഒരു പ്രശ്നമില്ല, നല്ലപോലെ ഫേസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. നല്ലപോലെ മുടി എങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. ഈ 2 കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് വിട്ടത്. ആ കുട്ടിക്കും സന്തോഷമായി. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ പ്രസന്നമാവണം എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ചിന്ത മാത്രമല്ല. ആ ചിന്തയുടെ പ്രസന്നത മുമ്പിൽ വരണമെങ്കിൽ എന്തായാലും ആ പ്രസന്നത മുഖത്ത് കാണിക്കണമെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു കുട്ടിയോട് നീ ചിരിക്കണില്ല 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 എന്ന് 10 പ്രാവശ്യം ചിരിക്കാൻ തോന്നില്ല. കോൺഫിഡൻസും കൂടിയാണ്, അല്ലെ? ആത്മവിശ്വാസവും കൂടി ഉണ്ടാക്കിയെടുക്കണം. അത് ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്വഗുണമായിട്ട് വരേണ്ടതാണ്. കറക്റ്റ് ആണ് സാർ, തീർച്ചയായിട്ടും. അടുത്തത് ഭഗവത്ഗീത 3ാം അധ്യായം കർമ്മയോഗത്തിലെ 28ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ തുടരുകയാണ്. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മതാന സജ്ജതേ. എന്ത് രസകരമായ വാക്കാന്ന് ആലോചിച്ചുകൂടുന്നു. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. തത്വവിത്തു മഹാബാഹോ, ഏ അർജുന, ഓരോ കാര്യങ്ങളിലുമുള്ള കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താണ് ആ വിഷയത്തിൽ
പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങൾ എന്താണ്, എന്താണ് അതിന്റെ തത്വം, എന്താണ് അതിന്റെ ആവശ്യം, ഏത് ഗുണകർമ്മ വിഭാഗത്തിലാണ് ഞാൻ പെടുക, ഏത് ജാതിയിലാണ് ഞാൻ പെടുക. ആ ജാതി ഇവിടെയാണ്. ഗുണകർമ്മ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് ജാതിയിലാണ്, ഏത് പണിയാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത്? ഞാൻ ഓഫീസറായിട്ടിരിക്കണോ അല്ല അറ്റൻഡർ ആയിട്ടിരിക്കണോ? ഞാൻ ഡ്രൈവറായിട്ടിരിക്കണോ അല്ല ക്ലർക്കായിട്ടിരിക്കണോ? ഇങ്ങനെ എൻ്റെ ഗുണങ്ങളെ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് തരംതിരിച്ചിട്ട് എനിക്ക് പാടാനാണോ കഴിവ്, വരയ്ക്കാനാണോ കഴിവ്, എനിക്ക് ഓടാനാണോ കഴിവ് അല്ല ഇരിക്കാനാണോ കഴിവ്, ഇതൊക്കെ തീരുമാനിക്കുക. അങ്ങനെ എൻ്റെ കർമ്മങ്ങളെ വിഭാഗം ചെയ്ത് ഗുണേഷു കൃത്യമായിട്ട് തരംതിരിച്ച് അവരെ ഓരോ തരത്തിൽ പെടുത്തിയിട്ട് അത് എങ്ങനെയൊക്കെ ആയിരിക്കും? വർത്തയന്തേ ഇതി മത്വാന സഞ്ചതയെന്നാണ്. എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും ഗുണമനുസരിച്ചിട്ടാണ്, എൻ്റെ പ്രകൃതി എന്താണോ അതനുസരിച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ പ്രകൃതി അനുസരിച്ചിട്ടാ പണി ചെയ്യേണ്ടതെന്ന്. ഇനി ഏതൊക്കെ പണിയാണ് അയാൾ ചെയ്യേണ്ടതെന്നാണ്. നിങ്ങൾക്ക് ഏത് സ്കില്ലാണോ ഉള്ളത് അതേ ചെയ്യാവൂ. ഏത് വിഷയമാണോ താങ്കൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളത്. ശരിക്കും കരിയർ കൗൺസിലിംഗ് ക്ലാസ്സുകളാണ് 4-ാമത്തെ അധ്യായത്തില് ഈ കൃത്യമായിട്ട് നമ്മൾ കാണും ഏത് തരത്തിലൊക്കെയാണെന്നുള്ളത്. ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ 27-28 ശ്ലോകങ്ങളൊക്കെ ഈ ഇനി വരാൻ പോകുന്ന കാറ്റഗറൈസേഷനിലൊക്കെ ഉള്ള ഗുണത്രയ വിഭാഗ യോഗം എന്നൊക്കെ പറയുന്ന അതിൽ പറയല്ലോ. ആ ഗുണത്തിലൊക്കെ ഏത് തരത്തിലൊക്കെ പെടുത്തണം എന്നറിയുന്നു. അത് ഏത് ഗുണമുണ്ടായാലാണ്. എന്നെ പോലീസ് ആക്കാണമെങ്കിൽ എനിക്ക് കുറച്ച് രാജസ ഗുണം ഉണ്ടാവണം. ഇനി എന്നെ വാച്ച്മാൻ ആക്കണമെങ്കിലോ അയാൾ ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടതാണ്. ആ ഇരിക്കാനുള്ള സ്വഭാവം ഉള്ളവർക്കേ പറ്റുള്ളൂ. നടക്കുന്നവനെ പിടിച്ച് വാച്ച്മാനാക്കി എന്ത് ചെയ്യും? അത് പറ്റില്ല. അപ്പൊ ഞാൻ പോസ്റ്റ്മാനെ പിടിച്ചിട്ട് സാത്വികമുള്ളൊരു ഗുണമുള്ളവനെ, നടക്കാൻ മടിയുള്ളവനെ പോസ്റ്റ്മാനാക്കി എന്ത് ചെയ്യും? അയാൾ എവിടെയും പോവില്ല. പോസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് വരെ എവിടെയെങ്കിലും കൊണ്ടിടും കത്ത്. അപ്പൊ ഓരോരാൾക്കും ഏത് വിഷയത്തിൽ പ്രവർത്തിക്കാനാണോ അവർക്ക് താല്പര്യം, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ അവൻ ഈ പണി ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് എവിടെയായിരിക്കും, പക്ഷെ വേറെ എടുത്താ പണി ചെയ്യാം. അപ്പൊ അപ്പോയിന്റ് ചെയ്ത ജോലി അവൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഗുണങ്ങൾ നോക്കിയിട്ട് ആൾക്കാരെ, ഇന്നത്തെ കരിയർ കൗൺസിലിംഗിൽ പറയാറുണ്ടല്ലോ ആർക്ക് എന്തൊക്കെയാ ഗുണം, അത് നോക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിപ്പോ തുടങ്ങിയൊന്നുമല്ല. ഇപ്പൊ തുടങ്ങുന്നതൊക്കെ പിന്നെ പലതും ഏച്ചു കൂട്ടിയിട്ട് വേക്കൻസിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയല്ല, കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ഗുണത്രയ വിഭാഗ യോഗത്തിലേക്കൊക്കെയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഇത് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഭഗവാൻ ഇവിടെ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ വാക്ക് തന്നെ വളരെ സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങ് പറഞ്ഞപ്പോ ഒരു എഡ്യൂക്കേഷണലിസ്റ്റിന്റെ കണ്ണിൽ കൂടി ഭഗവത്ഗീത കേൾക്കുന്നതിന്റെ ഒരു വ്യത്യസ്ത അനുഭവമാണ് ഞങ്ങൾക്കിപ്പോ സത്യത്തിൽ അനുഭവപ്പെടുന്നത്. വളരെ മനോഹരമായ അർജുനനെ പണി ചെയ്യിപ്പിക്കാണല്ലോ അത്യാവശ്യം. ഏത് കരിയർ ചെയ്താലും നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് ഈ പണി ചെയ്യേണ്ടത്, എങ്ങനെയാണെങ്കിൽ നിനക്ക് ഡെവലപ്പ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കല്ലേ. അതായത് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചിയും താല്പര്യവും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കില്ല. ആപ്റ്റിറ്റ്യൂഡും അതാണ് സ്കില്ലിനെ. കറക്റ്റ്. അല്ലെങ്കിൽ സ്കില്ല് ചെയ്യിപ്പിക്കും, പക്ഷെ ഒരു മെഷീൻ ചെയ്യുന്ന പോലെ ഒരു സന്തോഷം ഇല്ലാണ്ട ചെയ്യാം. അതായത് നമ്മുടെ മനസ്സ് വേണം. തീർച്ചയായിട്ടും മനസ്സ് വേണം, മനോഭാവവും. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മനോഭാവം, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു അഭിരുചി, ഇത് രണ്ടും വേണമെങ്കിൽ. അതാണ് ഈ ഭഗവത്ഗീതയിലൊക്കെ ആത്മസമർപ്പണം എന്നാണല്ലോ അൾട്ടിമേറ്റ്. ആത്മസമർപ്പണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെയ്യാന്നുള്ള, സന്തോഷത്തോടു കൂടി ചെയ്യാം. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 29-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ തുടരുകയാണ്. കൃഷ്ണ. പ്രകൃതിർ ഗുണസമ്മൂഢാ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. എങ്ങനെയാണ് ഒരു ബുദ്ധിയില്ലാത്ത ആള്, മന്ദബുദ്ധികള്, മന്ദാൻ എന്നാണ്, മന്ദബുദ്ധികൾ എങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നത്? അപ്പോ കർമ്മത്തിൽ ആസക്തിയുള്ള വ്യക്തികള് പൂർണ്ണമായിട്ടും ചിന്തകൾ അതിനകത്തുണ്ടാവുമ്പോൾ, ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ, എൻ്റെ ചിന്തകൾക്ക് ഏതവസ്ഥയിലാണോ എനിക്ക് എൻ്റെ ഗുണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന സ്കില്ലാക്കിയിട്ട് മാറ്റാൻ പറ്റുക, എൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് ആ ഗുണം. പ്രകൃതിയുടെ ഗുണം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്നതാണ്, അത് പുറത്ത് കാണില്ല. അതിനെന്ത് ചെയ്യണം? ഞാൻ സജ്ജമാക്കി പുറത്തു കൊണ്ടുവന്ന് ഗുണകർമ്മങ്ങളാക്കി മാറ്റിയിട്ട് അതെന്ത് ചെയ്യണം? മനുഷ്യജനങ്ങൾക്ക്
നല്ല ഗുണമുള്ള കർമ്മങ്ങളാക്കിയിട്ട് മാറ്റുന്ന തരത്തിൽ, അതാണ് ഗുണകർമ്മം. ഗുണകർമ്മം എന്ന് ആദ്യം ഡിഫൈൻ ചെയ്തുവല്ലോ. ഗുണകർമ്മം എന്ന് പറഞ്ഞാൽ സെൽഫല്ലാതെ. അപ്പൊ മനുഷ്യ ഗുണങ്ങൾക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാക്കി മാറ്റാൻ സാധിക്കുമ്പോ അത് ആർക്കേ സാധിക്കുള്ളൂ? നല്ല ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ. ആ സർവജ്ഞരല്ലാതെ മന്ദബുദ്ധികളായിട്ടുള്ള വ്യക്തികൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ വഴിതെറ്റിപ്പോകും. വഴി തെറ്റാതെ കൃത്യമായിട്ട് പോണെങ്കിൽ ഈ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം എന്നാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തുക, അതിനാവശ്യമായിട്ടുള്ള ഒരുക്കുകൂട്ടലുകളൊക്കെ ചെയ്യുക, എന്നിട്ട് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഞാൻ നല്ല കർമ്മങ്ങളിൽ ശക്തരായിട്ട് മാറുന്നത്. അതിനു മുമ്പ് ആസക്തിയാ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ശക്തിയാ പറഞ്ഞിരിക്കുന്നത്. അതിപ്പം എനിക്ക് തല്ല് കിട്ടും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തല്ല് അങ്ങോട്ട് എൻജോയ് ചെയ്യാം. ഓടിപ്പോവാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടുന്ന തല്ലിനെ എൻജോയ് ചെയ്യാം. അത് ചെയ്യാൻ പറ്റാത്തവർക്കൊന്നും പലയിടത്തും ജോലി ചെയ്യാൻ പറ്റില്ല. അടി കിട്ടുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ ഡബ്ല്യൂന് പോവാ. ഈ ശ്ലോകത്തിൽ ഒരു സംശയമുണ്ട്. അതായത് മന്ദബുദ്ധികളെ അങ്ങനെ വഴിതെറ്റി ഗുണകർമ്മങ്ങള് തിരിച്ചറിയാതെ അവരവരുടെ ഗുണങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന മന്ദബുദ്ധികളെ എല്ലാം അറിയുന്ന ഒരു വ്യക്തി വഴിതെറ്റിക്കരുത്, അവരെ അവരുടെ വഴിക്ക് തന്നെ വിടുക എന്ന് പറയുന്നുണ്ട്. അതിനെ ഒന്നുകൂടി ഒന്ന് ഈ വഴി തെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇപ്പം നല്ല വ്യക്തി ചെയ്യുന്നുണ്ട്, ആ വ്യക്തി ചെയ്യുന്ന കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അയാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ലാർജസ്റ്റ് ക്യൂ ഇസ് ദ ബെസ്റ്റ് ക്യൂ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആ കർമ്മത്തിലേക്ക് നിങ്ങൾ പോകരുത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെയുള്ള ഒരു സങ്കല്പമാണ്. എന്താണ്? തന്റെ പ്രകൃതി മനസ്സിലാക്കിയിട്ട്, തന്റെ കർമ്മത്തിലുള്ള കഴിവുകൾ മനസ്സിലാക്കി, സ്കില്ല് മനസ്സിലാക്കി, പാഷൻ മനസ്സിലാക്കിയിട്ട് പണിക്ക് പോകണം. അതല്ലാതെ ഇതാണ് അവര് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയുള്ള അവരാണ് മണ്ടന്മാര്. അങ്ങനെ അറിവില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ അവരുടെ ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക് ഔത്സുക്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ നല്ല ബുദ്ധിയുള്ള ജനങ്ങള് ഈ മന്ദബുദ്ധിയെ വഴിതെറ്റിച്ചതായിട്ട് തോന്നാം. അവര് വഴിതെറ്റിക്കല്ല ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വഴിക്ക് പോകുന്ന എന്റെ കുറ്റമാണ്. അതെന്താ കാരണം? ഞാൻ എന്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും എല്ലാവരെയും ഡോക്ടറാക്കണം എന്ന് ആഗ്രഹമുണ്ട്, അവനൊരു ആഗ്രഹമില്ല ഡോക്ടർ ആവണം. അപ്പൊ എന്ത് ചെയ്യണു? സർവജ്ഞരായിട്ടുള്ള അച്ഛനും അമ്മയും മന്ദബുദ്ധിയായിട്ടുള്ള മക്കളെ വഴിതെറ്റിക്കും. ഇതല്ലേ പറ്റണത്. എനിക്ക് മാത്തമാറ്റിക്സും ഇഷ്ടമല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനും ഇഷ്ടമല്ല. കുറേ ആൾക്കാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനാ പോണത്. അപ്പൊ ഞാനും അതിന് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ പണി പഠിക്കും, വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ജീവിതം മടുക്കും. എന്നിട്ട് മനസ്സിലാക്കും ഇതെന്റെ പണിയല്ലാതെ. എന്നിട്ട് സമോസ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ തുടങ്ങും. എത്രയോ ആൾക്കാരെ. അതായത് ഒരു ഭൂരിപക്ഷം ജനത അല്ലെങ്കിൽ ഒരു മാസ് പോകുന്ന വഴിക്ക് നമ്മൾ പോകേണ്ടതില്ല. അവനവന്റെ അവനവനെ കുറിച്ച് സ്വയം മനസ്സിലാക്കി അത് തീരുമാനം എടുത്തിട്ട് പോയാൽ മതി എന്നുള്ളതാണ് അതിൽ. അർജുനോട് ഇവിടെ പറയുന്നത് കുറെ പേര് യുദ്ധം ചെയ്യുന്നുണ്ടെന്ന്, അതുകൊണ്ട് ഞാനും അങ്ങോട്ട് ചെല്ലാം, അതല്ല വേണ്ടത്. ഇയാള് മനസ്സിലാക്കൂ, ഇയാൾക്ക് കഴിവുണ്ടോ, ഇയാൾക്ക് ജ്ഞാനമുണ്ടോ, ഇയാൾക്ക് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നുണ്ടോ, ഈ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്നതാണോ, അങ്ങനെയുള്ള ഗുണങ്ങൾക്കാണോ, ആ കർമ്മമാണോ താൻ ഏറ്റെടുക്കാൻ പോകുന്നത്, അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് പുറപ്പെടുക. അല്ലാണ്ട് എല്ലാരും യുദ്ധം ചെയ്യാൻ പോണ്ടെന്നാ ഞാനും പോയിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ട് പോണ്ടെന്നാണ്. അങ്ങനെ ഒരു മന്ദബുദ്ധി ആവേണ്ട കാര്യമില്ല. എല്ലാരും ചെയ്യുന്നതല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ വ്യക്തമായി എന്താണ് ഈ വഴിതെറ്റിക്കരുത് എന്ന് പറയുന്നത് എന്നുള്ളത്. ഒരു കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു. അത് വ്യക്തമായിട്ടുണ്ട്. മാസ് പോകുന്നതിന്റെ പുറകെ പോകണ്ട, ഒരു ക്രൗഡ് പോകുന്നതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. അടുത്തത് 30ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 30ാമത്തെ ശ്ലോകം. അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വരഃ. ഇതാണ് വൺ ഓഫ് ദ ഒരു ക്രക്സ് എന്ന് പറയുന്ന ഒരു ശ്ലോകം ഇല്ലേ? മൈ സർവാണി കർമാണി, എല്ലാ മനസ്സും അറിഞ്ഞ്, എന്റെ ശരീരവും ഇന്ദ്രിയവും മനസ്സും ഒക്കെ ചേർന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് വായ്പോടുകൂടി എല്ലാ ചിന്തകളും ചേർത്ത് ബുദ്ധിപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ റെഡിയായിട്ട്
ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മങ്ങളൊക്കെ ഏതവസ്ഥയിൽ ചെയ്യണം? എനിക്കൊന്നും വേണ്ട എന്നുള്ള ഒരു സംഭവത്തില്. അതാണ് സംന്യസ്യാധ്യ ആത്മചേതസ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് സംന്യാസം ചെയ്തുകൊണ്ട്, ഞാൻ എന്ന ഒരു തോന്നലും ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാം ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാവുന്നു. ലോക നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്, ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ല, ആഗ്രഹങ്ങൾ കൊണ്ടല്ല, കൊതി കൊണ്ടല്ല, എൻ്റെ എന്നുള്ള ബോധം എനിക്കില്ലാതെ. അതാണല്ലോ സംന്യാസം. ആ സംന്യാസം ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ട എന്നുള്ള ബോധത്തോടു കൂടി എല്ലാ കാര്യങ്ങളും. എന്നിട്ട് എന്തുണ്ടാവരുത്? ഇനി ബൈ ചാൻസ് ഈ ചെയ്ത കർമ്മങ്ങളിൽ ഫലമൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് എന്തുണ്ടാവും? എൻ്റെ ആശ ഉണ്ടാവുമ്പോഴേ എനിക്ക് നിരാശ ഉണ്ടാവും. അപ്പൊ മൂന്നാമത്തെ ശ്ലോകത്തിൽ നിരാശീർ നിർമ്മമോ, ആശയില്ലാത്തത് കൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന ആശ പോയ സമയത്ത് നിരാശ വരുമ്പോ ഉണ്ടാവുന്ന ശോകം ഇല്ലാതെ അവസ്ഥയിലേക്ക് എനിക്ക് മാറിയിട്ട് അങ്ങനെ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. ഏ അർജുന, അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ കാക്ഷിച്ചിട്ട് ഈ യുദ്ധം ചെയ്തിട്ട് എനിക്ക് രാജാവാൻ പറ്റും എന്നുള്ള ആഗ്രഹം വേണ്ട. ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നീ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണെന്ന് ലോകമറിയുന്നുള്ള ഒരു ആഗ്രഹം വേണ്ട. പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, രാജ്യതന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ലോകാനാം ഉപകാരായ എന്ന് പറഞ്ഞ അർത്ഥമുണ്ടല്ലോ. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ ചെയ്യേണ്ട കടമയായതുകൊണ്ട്, ഇയാൾ മാത്രം ചെയ്യേണ്ട കടമ ഇയാൾ ചെയ്യേണ്ടത് കൊണ്ട്, അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ചെയ്തു കൊള്ളുക എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാൻ ഇവിടെ ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്ലോകമാണ് 30ാമത്തെ ശ്ലോകം. മയി സർവാണി കർമാണി സംന്യസ്യാ ആദ്യ ആത്മചേതസ. ആധ്യാത്മിക ചേതസ്സോടുകൂടി സംന്യാസം ചെയ്തുകൊണ്ട് നിരാശീർ നിർമ്മമോ ഭുക്ത്വ യുദ്ധസ്വ. അത് എല്ലായിടത്തും യുദ്ധം ചെയ്യാൻ നീ പോണെന്ന് പറയുന്നില്ല ഭഗവാൻ. ഇടയ്ക്കിടക്കാണ് ഓർപ്പിക്കുക, ഞാൻ ഈ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം നീ യുദ്ധം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാൻ കടപ്പെട്ടിട്ടുള്ളവരാണ്, സ്വന്തം കർമ്മമാണ്. അതുകൊണ്ട് ദുഃഖം വേണ്ട, ഞാനെന്ന ബോധം വേണ്ട, ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ബോധം വേണ്ട, എന്തെങ്കിലും ആശിച്ചിട്ടാണെന്നുള്ള വേഗം വേണ്ട, എനിക്ക് പദവി കിട്ടണം എന്നുള്ള ബോധത്തോടു കൂടിയല്ല. യുദ്ധസ്വ വിഗത ജ്വരഹ. നീ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നിയുക്തനായതുകൊണ്ട് മാത്രം ഈ കർമ്മം ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത്. മനോഹരമായിട്ടാണ് ഭഗവത്ഗീത 3ാം അധ്യായത്തിലെ കർമ്മയോഗത്തിലെ 30ാമത്തെ ശ്ലോകം വരെ അങ്ങ് വിവരിച്ചത്. ഒരുപാട് നന്ദി. ഇന്നത്തേക്ക് ഭഗവത്ഗീത നമുക്ക് ഇവിടെ കൊണ്ട് സമാപിക്കാം.